ഇന്ന് നമ്മളൊരു സാധാരണ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. പേര് ലെസ്പ്ലെയിൻ മതി, ഡിഫിക്കൽട്ടി ഹാർഡ് മതി. പിന്നെ ഇതിൻ്റെ സീഡ് -69 69 69 69 69. പിന്നെ സിമുലേഷൻ ഡിസ്റ്റൻസ് 4 മതി. കോർഡിനേറ്റ് ഓൺ ആകുന്നു, മൾട്ടിപ്ലെയർ ഓഫ് ആകുന്നു. നൈസ്. ഹലോ ഗൈസ്, ഇതേപറ്റി സ്തുതി എല്ലാവർക്കും ആദ്യത്തെ വീടിലേക്ക് സ്വാഗതം. ഈ സീഡ് ഞാൻ വെള്ളം അടിച്ചു നോക്കിയത്, പക്ഷേ സെറ്റപ്പ് സീഡൊന്നും അതോണം അല്ലേ. ജംഗിളിൽ തന്നെ വന്ന് സ്മോളായി. ഇന്നത്തെ വീഡിയോയുടെ ഗോൾ ലിസ്റ്റ് എങ്ങനെ നോക്കാം. ആദ്യത്തെ ഗോൾ നമുക്കൊരു ചെറിയ ഷെൽട്ടർ സെറ്റ് ചെയ്യണം. നമ്മൾ ആദ്യത്തെ നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഷെൽട്ടർ സെറ്റ് ചെയ്യണം. രണ്ടാമത് നമുക്ക് തൊട്ടടുത്തായിട്ടുള്ള കേവലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ആർമർ, ഇപ്പോൾ ആർമറൊന്നും ഇല്ല, ഒരു ഫുൾ അയൺ ആർമറിലോട്ട് മാറണം. പിന്നെ ചെറിയൊരു വീട്ടിൽ ഫാർമർ തുടങ്ങണം. പിന്നെ നമ്മൾ ഈ അരിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അല്ല നമ്മൾ കാണണം. ഓക്കെ, ഫസ്റ്റത്തെ ഗോൾ നമുക്കൊരു ഷെൽട്ടർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ക്ലിഫ് പോലൊരു സംഭവമുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഒരു ഗോവ കുഴിച്ചിട്ട് അവിടത്തിനെ സെറ്റിൽ ചെയ്യാം. നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മളെ സീരീസിലെ ആദ്യത്തെ ബ്ലോക്ക് മൈൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് കിട്ടി. ഈ ബ്ലോക്ക് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ മാറ്റി വയ്ക്കാം. എന്താണ് ഞാൻ മാറ്റി വെച്ചതെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അവിടെ ഇനി എടുക്കുന്ന വുഡ് വെച്ച് നമുക്ക് ടൂൾസും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, ഇനി സ്റ്റാർട്ട് കുറച്ചാൽ നമുക്ക് ബോറായിരിക്കും. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമ്മൾ എന്തിനാണ് ഈ ചാനൽ തുടങ്ങാനുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ള ആകെ ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഭയങ്കരമായിട്ടുണ്ടെന്ന് പുള്ളിയാക്കിയിരുന്നു. അതിന് വേണ്ടി വെച്ചാൽ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഏത് വർഷത്തിലാണ് ഈ ഗെയിം കളിക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ബെഡ്റോക്ക് എഡിഷനാണ്. ബെഡ്റോക്ക് എഡിഷൻ 1.16 ഞാൻ കളിക്കുന്നത്. വെനദർ അപ്ഡേറ്റ് അതിലാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. പിന്നെ ഈ ചാനലിൽ ഞാൻ വേറെ എന്തെങ്കിലും റാൻഡായിട്ടുള്ള സീരീസ് എന്തെങ്കിലും തുടങ്ങാൻ ചോദിച്ചാൽ തന്നെ ഇല്ല. അറ്റ് എ ടൈം 2 സീസൺ മാത്രമേ ഞാൻ ഈ ചാനലിൽ കൊണ്ടുപോകുള്ളൂ. അല്ല റാൻഡമായിട്ടൊന്നും ഇഷ്ടംപോലെ സീരീസ് ഒന്നും ചുമ്മാ തുടങ്ങിയിട്ടുണ്ടാകത്തില്ല. ഇതായിരിക്കും നമ്മൾ മെയിനായിട്ടുള്ള സീരീസ്. ഇനി തുടങ്ങുന്നത് ഏതെങ്കിലും മൾട്ടിപ്ലെയർ സീരീസ് ആയിരിക്കും. അതൊന്നുകൂടെ തന്നെ കാണുള്ളൂ. പിന്നെ ഞാൻ വേറെ ചുമ്മാ വെറുതെ ഒന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ ഈ വേൾഡിൻ്റെ ഡൗൺലോഡ് ഓരോ 10 എപ്പിസോഡ് കഴിയുമ്പോഴൊന്നും ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കര കളിച്ച് നോക്കാനായിട്ട് ഞാൻ തരും. ഓക്കെ, ബേസിക് ആയിട്ടുള്ള 3 സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫർണീസായി, ഒരു ചെസ്റ്റായി, ഒരു കാഫ്റ്റിൻ്റെ ടേബിളായി, പിന്നെ നമുക്കൊരു ഡോറുമായി മൊത്തം ഹോളൊക്കെ ഉണ്ട്. നമുക്ക് അപ്പുറത്ത് എന്തൊക്കെ ഉണ്ട് നടക്കുന്ന നമുക്ക് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബെഡാണ്. ബെഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഷീപ്പിനെ കണ്ടുപിടിക്കാം. ഷീപ്പിനെ കൊല്ലുമ്പോഴേ നമുക്ക് വൂള് കിട്ടുള്ളൂ. ആ വൂള് വെച്ച് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ഷീപ്പിനെ തപ്പിയാണതിന് മുമ്പ് എൻ്റെ ടൂൾസ് ആക്കണം, സ്റ്റോൺ ടൂൾസ് ആക്കണം. ഓക്കെ, സോഡായി, ടോൺ ആക്സായി, ടോൺ പിക്കാസായി, പിന്നെ സ്റ്റോൺ ഷാബുലുമായി. ഇനി ഞാൻ പോയി വല്ല ഷീപ്പിനെ കിട്ടുമോ നോക്കട്ടെ. ഓക്കെ, ഒരു പശുവിനെ കിട്ടി. കുറച്ച് മല നിൽക്കാൻ അതൊക്കെ എടുക്കാം. ഫ്രീയായിട്ട് കിട്ടുന്ന നമ്മൾ ഒന്നും വിടാൻ പാടില്ല. പശു കണ്ട പോലെ തന്നെ നമുക്ക് ശിവരാത്രിനാണെന്ന് തോന്നുന്നതായിട്ട് ഒരു നാളിനെ കിട്ടിയില്ല. തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് നാളെ രാവിലെ എല്ലാം നോക്കാം. കുറെ ഹോഴ്സ് മാത്രമുണ്ട്. ഇത് അടിപൊളി സീഡാണ് കേട്ടോ. അത് ഈ ഒരു മലയുടെ താഴെ തന്നെ ഇപ്പം എൻ്റെ വീട് ചെയ്യുന്നത്. ഞാൻ സ്പോൺ ആയത് ആ തൊട്ടടുത്താണ് അവൻ്റെ. സ്പൈഡർ നിൽക്കും. 2-3 സ്പൈഡറിനെ പോകുന്നതിനാൽ നമുക്ക് സ്ട്രിങ് കിട്ടും. ആ സ്ട്രിങ് വെച്ച് നമുക്ക് ഊളുണ്ടാക്കായിരുന്നു. ദൂരെ നിൽക്കുന്ന ഒരാൾ എത്രയും കിട്ടി. ഒന്നേ കിട്ടിയുള്ളൂ. എൻ്റെ അമ്മ ക്രീപ്പർ. എന്തായാലും രാത്രിയായി. ക്രീപ്പറൊക്കെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് വെറുതെ സമയം കളയണം. ഞാൻ ഇവിടെ തന്നെ ഒരു മൈനിങ് ഏരിയ ഒപ്പിക്കാൻ പറ്റുന്നവിടെ. ആദ്യം കുറച്ച് കോൾ കിട്ടിക്കഴിഞ്ഞാൽ കോൾ വെച്ച് ടോർച്ച് ഉണ്ടാക്കാനും ടോർച്ചാണ് ആവശ്യം. ഓക്കെ, ഒരു കുയരോട്ട് എത്താറായി. ഇപ്പം എൻ്റെ പിക്കാസൊക്കെ ഏതാണ്ടായി. ഞാൻ മുകളിലോട്ട് പോയി വേറെ പിക്കാസ് ഉണ്ടാക്കിയിട്ട് താഴോട്ട് പോയി നോക്കാം. താഴെ നല്ല ഇരുട്ടാണ്. എൻ്റെ വേറെ ടോർച്ചൊന്നുമില്ല. ഞാൻ വെളിയിൽ വെച്ചതിൽ എക്സ്ട്രാ ടോർച്ച് എവിടെയുണ്ടെങ്കിൽ അതിലൊന്ന് എടുത്തുകൊണ്ട് പോവാം. ഫസ്റ്റ് കോൾ ഇവിടെ ഉണ്ട്. അയാളുടെ ക്രീപ്പും ഉണ്ട്. റിപ്ലീറ്റ്. ഇതെന്താ ഇത് അബാൻഡൻ മനുഷ്യപ്പെട്ടാണ് തോന്നുന്നത്. ഇപ്പം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. എൻ്റെ നല്ല ആൾമറൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഞാൻ നേരെ പോയി നമുക്ക് അയ്യോ നമുക്ക് നേരെ പോയി കോള് പെട്ടെന്നറിയാം. ടോർച്ച് ഉണ്ടാക്കണം പറഞ്ഞ്. ഓക്കെ, നമ്മൾ ഡയനം കിട്ടിയിട്ടുണ്ട്. സ്പോളറും കിട്ടി. സോംബീസ് പോകാനാട്ടാ. പിന്നെ കൊല്ലല്ലേ.
അമ്മേ എൻ്റെ ഹെൽത്ത് നല്ല കുറവാ. എന്താ നീ ഒരുത്തം കൂടെ അവിടെ ഉണ്ട്. അവനെ പോലെ കൊന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ എന്നിട്ട് രണ്ട് കൊല്ലം കേൾത്തനാന്ന് തോന്നുന്നു. ഈ ഒരു ഡഞ്ചൻ കൊള്ളാം കേട്ടോ. നമ്മൾ സ്വന്തം ഒരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ട്. ഓക്കെ, പെട്ടിക്കകത്ത് എന്താ ചെയ്യാൻ നോക്കാം. ഹോസ് ആമർ കൊള്ളാം. ബീട്രൂട്ട് സീഡ് അത്ര പോരാ എല്ലാ രീതിക്കുണ്ട്. ഗൺ പൗഡർ ആവശ്യമുണ്ട്. അപ്പുറത്ത് ജസ്റ്റിൽ മിൽസി ഡിസ്ക്, പിന്നെ കുറച്ച് അയനുണ്ട്. അയനൊക്കെ നല്ല തന്നെ. സാഡലുണ്ട്, അത് അത്യാവശ്യമാണ്. മെറൻ സീറ്റ് ആവശ്യം നമുക്ക് തൊട്ട് മുകളിൽ ജംഗിളുള്ളപ്പോൾ പിന്നെ ഇതാ വന്ന് ഇറങ്ങി വരുന്നത്. ഒത്ത മുകളിൽ ജംഗിളുള്ളപ്പോൾ നമുക്ക് മെറൻ സീറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. തവിടെ തന്നെ ഇഷ്ടം പോലെ കിട്ടും. ഇതാ അവിടെ നിന്ന് ഇതിന് സ്പോണായി അവിടെ തന്നെ സ്റ്റാക്കായിട്ടാണ്. ഡിസ്ക് 2 കിട്ടി. ടിക്കറ്റ് ഇരിക്കട്ടെ. കുറച്ചൊരു ടോർച്ച് ഉണ്ടാകും. ഈ ചെസ്റ്റ് പണിക്ക് വേണം. ഇവന്മാരെ എവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതിനകത്ത് വേറെ സ്പോണറല്ലോ എന്താ? എനിക്കൊന്നും ലൈറ്റ് ലെവലിൻ്റെ വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ രണ്ടും ഇവിടുത്തെ ലൈറ്റ് ലൈറ്റ് ലെവലിൻ്റെ കാര്യമൊന്നുമല്ല. ഇത് വേറെ എന്താ പരിപാടിയാണ്. ഇതെവിടെ നിന്ന് വരുന്നേ ഓടി? ഞാൻ ടോസ് വെച്ചിട്ടുണ്ടല്ലേ. 2 വെച്ചിരിക്കാം. ഓക്കെ, നമുക്കിനി കിട്ടിയ 2 അയന കിട്ടിയ അയനൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കാം. കുറച്ച് അയൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർമുണ്ടാക്കാനുള്ളതായനെ എന്തോ കുറച്ച് കിട്ടുന്നു മുകളിൽ. ഇത്രയും കോളം മുഴുവൻ നമുക്ക് തിരിച്ച് ഷട്ടറിലോട്ട് പോവാം. ഞാനേ മുഴുത്തു എന്നെ ഡോറ് കാണാനില്ലേ. എൻ്റെ കയ്യിൽ ഫുഡും ഇല്ല കഴിക്കാൻ. റൂമാരൊക്കെ വന്നിട്ട് കൊണ്ട് ഫുഡുണ്ട്. എൻ്റെ ഡോറവിടെ ഇവരെടുത്തോണ്ട് പോയതാണ് തോന്നുന്നത്. എൻ്റെ കയ്യിലില്ല. സ്വന്തം പിള്ളേർ ഇറങ്ങി വരും എൻ്റെ വീടിനകത്തുനിന്ന്. യുവമാരൊക്കെ എപ്പോഴാണ് കയറിയതിനകത്ത്? നേരത്തെ ഉണ്ടാക്കിയിൽ 2-3 ഡോറും ബാക്കിയുണ്ട്. അതിൽ വെച്ച് അതെന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കിട്ടിയ സംഭവങ്ങളെല്ലാം എടുത്ത് പെട്ടി അതാക്കിയിട്ട് പോയി കൂള് കിട്ടോ നോക്കാം. 11 സ്ട്രിങ് കൂടെ കിട്ടി. ആ സ്ട്രിങ് വെച്ച് ചോറുണ്ടാക്കി. പക്ഷേ ഒരു പ്രശ്നം, 2 വൈറ്റ് കൂളും ഒരു ഗ്രേ കളർ വന്നത്. 3 ഒറ്റ കളർ തന്നെ വേണം. ഒരു കാര്യം ചെയ്യാം. വെളിയിൽ കുറച്ച് പവർ ഉണ്ടല്ലോ. ഈ പവർ എടുത്തിട്ട് ഇതിനെ ഡൈ ആക്കി 3 മഞ്ഞ കളറാക്കാം. എന്താണോ ഇത് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മളെ മഞ്ഞ ബെഡും ആയിട്ടുണ്ട്. പൊളി. നമ്മൾ ചെറിയ ഷെൽട്ടർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ അയനെടുത്ത് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. സ്മെൽറ്റ് ചെയ്തിട്ട് അയൻ ആളുമാരോട്ട് മാറാൻ പറ്റുമോ നോക്കാം. പിന്നെ ഞാൻ ഈ മോഡലിൽ ടെസ്റ്റ് പാക്ക് ഷെയർ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ല പ്യൂർ വാനിലയിലായിരിക്കും ഞാൻ കളിക്കുക. എനിക്ക് ഈ മല നല്ലോണം ഇഷ്ടപ്പെട്ടു. സെറ്റപ്പ് അത് കൂടെ ചെറിയൊരു ഗോപാലൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഓക്കെ, അവസാനത്തെ അയനും സ്മെൽറ്റായി. നമുക്ക് ആർമറുണ്ടാക്കാം. എത്ര കൊണ്ടും ഒക്കെ വേണോ നോക്കട്ടെ. ഹെൽമറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ ഒരു ബൂട്ട്, പിന്നെ നമുക്ക് 2 ബാക്കി. ഓക്കെ, മുഴുവനായാലും ഒരു പ്ലാനും കൂടെ വേണം. അപ്പോൾ 2 ബാക്കിയാണ്. നമുക്ക് 2 ചെറിയ ഷീൽഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി താഴെ പോയി ഒരു മൈൻഡ് ഷവട്ടൊന്ന് നോക്കിയിട്ട് വരാം. ഈ കോളെടുത്തപ്പോൾ ടോർച്ചോടെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഒരു സ്റ്റാക്ക് ടോസ്റ്റ് ആയി. ബാക്കി സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ട് താഴെ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ താഴെ പോട്ടെ. ഈ വെബ് നമുക്ക് സോഡ് വെച്ചിനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്പോണർ കാണുമ്പോൾ കേട്ടാ, കേവ് സ്പൈഡറിൻ്റെ സ്പോണറാണ്. ഇപ്പം ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ എൻ്റെ ഒരു ബ്ലോഗ് ഞാൻ എടുത്തില്ലേ. ഇപ്പം ആ ഒരു കാര്യം നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാം. പിന്നീട് വരാം ഇങ്ങോട്ട്. ഇത്ര തന്നെ ഇപ്പം മൈൻക്രാഫ്റ്റ്. ഐ ലവ് മൈൻക്രാഫ്റ്റ്. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടായിരിക്കും ഞാൻ ബാക്കി മൈൻക്രാഫ്റ്റ് ഉള്ളത്. ആ സ്പോണറൊന്ന് ഓഫ് ആക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എൻ്റെ സോഡ് ഏതാണ്ട് എൻ്റെ സോഡ് തീർന്നു. അങ്ങോട്ടാണ് മൈൻക്രാഫ്റ്റ്. പക്ഷേ എൻ്റെ സോഡില്ലാത്തതുകൊണ്ട് ഇനി
ഇത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ മുകളിൽ പോയി ഇവർ സോഡും കൂടെ ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ സോഡ എടുത്തോണ്ട് വന്നു. നീ ഈ ഒരു സൈഡ് പോയി ഞാൻ കൊണ്ട് പോയി നോക്കട്ടെ. താഴോട്ടുണ്ട് പൈൻ ഷാഫ്റ്റിന്. അനയാണോ എന്നാണ് ആവശ്യം? എന്നാണ് ആവശ്യം? ചെസ്റ്റ് തോന്നിരിക്കുന്നുണ്ടോ നോക്കിട്ടുണ്ടെന്ന്. പവർ ഒന്നാ ഇരിക്കട്ടെ. ഇതുകൂടെ കൊണ്ടുപോവാ. പിന്നെ അയണേറ്റി, പിന്നെ മയാൻ. ഇവിടെ വലിയ റൂമാണ് കേട്ടോ. ഓലിപ്പം മേളിൽ കുറച്ച് ഫോണിൽ കാണുന്നുണ്ട്. ഇവിടെ നിന്നുള്ള അയനൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോവാം. അവിടെ സ്ലൈം സ്ലൈമിനെ കിട്ടി. പക്ഷേ ഇത് ചെറുതായില്ലേ നമ്മൾ തന്നെ അടുത്തിട്ടില്ല. നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ചടിച്ചായിട്ട് നിൽക്കുകയുള്ളൂ. ഗോൾഡൻ ആപ്പ് നല്ല പൈൻ്റാണ് അത്. ഓക്കെ, 4 സ്ലൈം കിട്ടി. അല്ലാതെ നല്ലത്. ഓക്കെ, നമ്മൾ കിട്ടിയാൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ കേരളം കംപ്ലീറ്റാണ് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. വെളി നല്ല മഴയുണ്ട്. ഒരു ക്രീപ്പറെന്തോ നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് വേറെ ഒരു പണിയില്ല. ഓക്കെ, ഇപ്പോൾ എനിക്ക് എത്ര ആയം കിട്ടി? 43 ആയം കിട്ടി. അതിനോട് സ്മെൽറ്റ് ചെയ്യാം. 6 കോളേ ഉള്ളൂ. ഞാൻ കോളൊന്നും എടുക്കില്ല. വന്ന് പൊട്ടാൻ. ഓക്കെ, 47 കൂടെ കിട്ടി. 50 പിന്നെ 5 ഇതും കൂടെ കിട്ടി. അങ്ങനെ കൂടെ കിട്ടി. ഓക്കെ, അയൻ മുഴുവനും സ്പെൽറ്റായി. നമുക്കതെടുത്ത് ഒരു പാൻറ് കൂടെ ഉണ്ടാകണം. പാൻറ് ഇടുമ്പം നമ്മളെ ഫുള്ള് അയൻ ആർമറായി, ഒരു ഷീൽഡായി. നമുക്ക് അയൻ ടൂൾസ് കൂടെ ഉണ്ടാകണം. ഒരു ഫോഡ്, ഒരു ആക്സ്, ഒരു പിക്ക് ആക്സ്, പിന്നെ ഒരു ഷവർ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് അയൻ ആർമറായിട്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ഫാർമ് സെറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങോട്ട് സെറ്റ് ചെയ്യണം ഉദ്ദേശിക്കണം. കാര്യം ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഹോ ഉണ്ടാക്കാം. ഹോ ഉണ്ടാക്കി ഇനി നമ്മൾ നേരത്തെ കിട്ടിയ സീഡെല്ലാം എടുക്കാം. ബലൻ സീഡും ഓനിയൻ സീഡൊക്കെ എടുത്തിട്ട് ബീട്രൂട്ട് സീഡും എല്ലാം എടുത്തിട്ട് കുറച്ചുകൂടെ സീഡുമാണ്. ഇനി വീറ്റ് ഉണ്ടാക്കാനുള്ള സീഡുകളാണ് നമുക്ക് ഒപ്പിക്കണം. അതിന് ഈ ഗ്രാസ് പൊട്ടിച്ചാൽ മതി. ഓക്കെ, 21 സീഡ് കിട്ടി. പിന്നെ അതുകൊണ്ട് എന്നോടാ ഓക്കെ, എല്ലാ സീഡും നട്ടു. ഇനി കുറച്ച് കാര്യം നമുക്ക് ബാക്കിയുണ്ട്. അത് നമുക്ക് ഇതിനെ വളർന്നിട്ട് കിട്ടുന്ന ആ സീഡ് വെച്ച് നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാം. നമുക്ക് ചെറിയ പിറ്റ് ഫാറും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏരിയയ്ക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം. പിന്നെ സ്പോൺ ആയത് ഈ ഒരു ഏരിയയ്ക്ക് എന്താ ഇവിടെയാണ് ഞാൻ സ്പോൺ ആയത്. തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ മലയുള്ളത്. പിന്നെ ഇതൊരു ഒടുക്കത്തുമില്ല ജംഗിളാണ്. ഞാൻ നേരത്തെ ഷീപ്പിനെ തപ്പി നടന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ഓക്കെ, ജംഗിളിലെ തൊട്ട് അപകടത്തിലുള്ളത് ഒരു വലിയൊരു പ്ലെയിനാണ്. പ്ലെയിനും പിന്നെ അറ്റത്തിൽ ഒരു വലിയൊരു മോട്ടറുണ്ട്. ഈ പ്ലെയിൻസിനെ നമുക്ക് നല്ലൊരു സിറ്റി ആയിട്ടാ അല്ലെങ്കിൽ വില്ലേജ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ സെറ്റപ്പായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങോട്ട് കടലാണെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് ഓഷനാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതൊരു ഓഷൻ തന്നെയാണ്. ചിലപ്പം ഡോൾഫിനൊക്കെ ഉണ്ട്. രാത്രിയാണ് ഞാൻ വീട്ടിലോട്ട് പോട്ടെ. പിന്നെ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ എപ്പിസോഡിൽ നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് നമ്മളൊന്ന് ചുറ്റി നോക്കിയേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇത്ര ടൈമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. അത് ഞാൻ വീഡിയോ ചെയ്യുമെങ്കിൽ നിങ്ങളെ പേര് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 3 മണിക്കൂർ കൊണ്ട് ഞാൻ റേസിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ പോയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ടാറ്റാ ബൈ ബൈ.